പക്ഷെ ഞാൻ ഇക്കാര്യം ഇതുവരെ ആലോചിക്കില്ല കേട്ടോ. ഒരു ചങ്ങായി നമ്മളത് ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ വീഡിയോക്ക് ഒരു കമൻ്റ് ഇട്ട് തരാം ഞാനിതിനെപ്പറ്റി ആലോചിക്കുന്നത്. അപ്പോൾ അതൊരു നല്ല കാര്യം തന്നെയാണ്, ഒരുപാട് ആൾക്കാർക്ക് ഉപകാരമുള്ളൊരു കാര്യം തന്നെ. ഈ ചങ്ങായി എന്താ ഈ പറയുന്നത്, എന്തെങ്കിലും ഒന്ന് തെളിച്ച് പറയേണ്ടതെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ. ഇപ്പോൾ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഒരു ആവശ്യത്തിന് ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ആവശ്യം കഴിഞ്ഞാൽ നമുക്കിത് വേണ്ട, ഫോണിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്യണം. എന്നാൽ കുറച്ച് കാലം കഴിഞ്ഞ് നമുക്ക് വീണ്ടും അത് ആവശ്യം വന്നാലോ, അത് നമ്മൾ എങ്ങനെ സൂക്ഷിച്ച് വെക്കും? വീണ്ടും അത് ചിലപ്പം പേര് ഓർമ്മ കിട്ടുകയില്ല, അല്ലെങ്കിൽ പിന്നെ സെർച്ച് ചെയ്താൽ കിട്ടുകയില്ല. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇതൊരുത്തെ സൂക്ഷിച്ച് വെച്ച ആവശ്യം വരുന്നവരെ എടുക്കാമല്ലോ. അതിനെങ്ങനെയാണ് സൂക്ഷിച്ച് വെക്കുക? അതെങ്ങനെയെന്ന് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. അതിൻ്റെ മുന്നേ വേറെ ചെറിയൊരു പരിപാടി ഉണ്ട്. നിങ്ങൾ യൂട്യൂബിൽ ഇപ്പം വീഡിയോ കാണുന്നില്ലേ, ഇതാ ഈ വീഡിയോൻ്റെ താഴെ ചോന്നെഴുത്ത് കാണുന്നുണ്ടോ, സബ്സ്ക്രൈബ് എന്നിട്ട് ഒന്ന് ഞെക്കിയേക്ക് കേട്ടോ. അതിൻ്റെ കൂടി ഒപ്പം ഒരു ബെല്ല് വരും, അതുകൂടി ഒന്ന് ഞെക്കിയേക്ക്, ഉഷാറായിക്കോട്ടെ. പിന്നെ ഇവിടെ എന്തെല്ലോ കുറേ ടൈപ്പ് കാണുന്നില്ലേ, ലൈക്ക് ഡിസ്ലൈക്ക് വേണ്ട കേട്ടോ, അത് നിങ്ങൾ ഞെക്കണ്ട. ഇഷ്ടമില്ലെങ്കിൽ ഞെക്കിക്കോ, പോട്ടെ. ഷെയർ, പിന്നെ അങ്ങ് താഴെ പോയാൽ ഇവിടെ കമൻ്റ് ഇടുക, ഇവിടുന്ന് കമൻ്റ് ഇടുക, അങ്ങനെ കുറേ പരിപാടി ഉണ്ട്. എല്ലാം ചെയ്തൊന്ന് ഉഷാറാക്കി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം പ്ലേ സ്റ്റോറിൽ നിന്ന് ഞാൻ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. പ്ലേ സ്റ്റോറിൽ നിന്ന് ഇതാ empty ഫോൾഡർ എന്ന് പറഞ്ഞ ഈ ആപ്ലിക്കേഷൻ നമ്മളെ ഫോണിൽ എല്ലാ സമയത്തും ആവശ്യമില്ല. ഇതൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ റിവ്യൂ വീഡിയോ ഞാൻ ഇട്ടിക്ക്, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ ഈ ബട്ടണിലാറ്റം കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഇല്ലെങ്കിൽ താഴോട്ട് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം അതിൻ്റെ ആവശ്യം എന്താണ്. പിന്നെ അതടക്കട്ടെ. ഇത് നമുക്ക് ഇനിയും വീണ്ടും ഒരിക്കലും കൂടിയും വേണം. അപ്പോൾ എന്ത് ചെയ്യും, എങ്ങനെ സൂക്ഷിക്കും? നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ മുമ്പ്, അല്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്തിട്ടായില്ല, ഈ മേലെ 3 ഡോട്ട് കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഷെയർ ഓപ്ഷൻ കാണാം. ഷെയറിൽ കുറേ ഭാഗത്തേക്ക് നമ്മൾ ഷെയർ ചെയ്യും. നേരെ ഡ്രൈവിലേക്ക് ഷെയർ കൊടുക്കുക, ഗൂഗിൾ ഡ്രൈവിലേക്ക്. അത് ഇവിടെ വേണമെങ്കിൽ ഇവിടെ ഒരു പേരൊക്കെ മാറ്റി കൊടുക്കുക. പേര് മാറ്റി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയില്ലെങ്കിലും അതേ പേര് തന്നെ ആയിക്കോട്ടെ. നമ്മളെ ജിമെയിൽ ഇവിടെ കാണിക്കും. എന്നിട്ട് ഇവിടെ താഴെ സേവ് കൊടുക്കുക. അതാണ് സേവായി. അത് എങ്ങനെ റീസ്റ്റോർ ചെയ്യാമെന്ന് ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ. രണ്ടാമത് അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഇനിയിപ്പോൾ നമ്മൾ ഫോണൊന്ന് റീസെറ്റ് ചെയ്യുക. റീസെറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒന്ന് ഫോർമാറ്റ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. അപ്പം ഫോണിലുള്ള മൊത്തത്തിൽ നമുക്ക് ഇതുപോലെ ബാക്കപ്പ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യൂ, സൂക്ഷിച്ച് വെക്കണമെങ്കിൽ അത് നിങ്ങൾ സെറ്റിങ്സ് തുറക്കുക. ഫോണിൻ്റെ സെറ്റിങ്സ് പറഞ്ഞാൽ സിസ്റ്റം എന്നതിൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ബാക്കപ്പ് ഉണ്ട്. എന്താ ബാക്കപ്പ് ആൻഡ് റീസ്റ്റോർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും, അത് കാണുന്നുണ്ടോ? അതൊന്ന് ഓപ്പൺ ചെയ്താൽ ഇവിടെ ബാക്കപ്പ് മൈ ഡാറ്റ എന്നുള്ളത് ഓഫിലുള്ളതെന്നുണ്ടെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഓൺ ചെയ്ത് കൊടുത്തിട്ട് പിന്നീട് നിങ്ങൾ രണ്ടാമത് ഫോൺ ഓപ്പൺ ചെയ്യുമ്പോൾ അതേ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ട് ഈ താഴെ ഓട്ടോമാറ്റിക് റീസ്റ്റോർ എന്നുള്ളത് എനേബിൾ ചെയ്താൽ, അല്ലെങ്കിൽ ആദ്യം തന്നെ എനേബിൾ ചെയ്തിടുക. എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബാക്കപ്പ് ചെയ്തൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഫോണിൽ റീസ്റ്റോർ ആവും. അപ്പോൾ നമ്മൾ മാനുവലായിട്ട് ഇപ്പം സൂക്ഷിച്ച് വെച്ച നേരത്തെ ചെയ്തതല്ലേ, അതെങ്ങനെയാണെന്ന് അതുകൂടി ഒന്ന് നോക്കുക അല്ലേ. അതെങ്ങനെ നമ്മൾ രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്യും? അതിന് നിങ്ങൾ ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതേ ഇമെയിൽ വെച്ചിട്ടാണല്ലോ ഗൂഗിൾ ഡ്രൈവിൽ സേവ് ചെയ്തിട്ടുണ്ടാകുക. അപ്പോൾ ഇതിൽ നമ്മൾ അതിനൊരു പേര് പ്രത്യേകം കൊടുത്തിട്ടുണ്ടെ പെട്ടെന്ന് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ഇവിടെ സെർച്ചിൽ ആ പേരൊന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ കുറച്ച് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളേത് ഫോൾഡറിലാണ് ചെയ്തിട്ടുണ്ടാകുമെന്ന് അറിയാമല്ലോ. മൈ ഡ്രൈവിലേക്കാണ് ഞാൻ ഇപ്പോൾ ചെയ്തത്. ഇവിടെ താഴെയായിട്ട് അത് കാണാം. എന്താ ചെക്കൗട്ട് ക്ലീൻ എന്നുള്ള ഇതാണ് ഇപ്പോൾ നമ്മൾ ആ ബാക്കപ്പ് ചെയ്ത് സൂക്ഷിച്ച് വെച്ച സാധനം. ഇത് നമുക്ക് രണ്ടാമത് അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം. അതിനകത്തൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ ഇതൊരു PDF ഫോർമാറ്റിൽ ഇങ്ങനെ വരും. ഇത് ഒന്ന് സെലക്ട് ചെയ്യുക. ഈ ലിങ്ക് ഒന്ന് സെലക്ട് ചെയ്യുക. മുഴുവനായിട്ട് സെലക്ട് ചെയ്യുമ്പോൾ അവിടെ ഓപ്ഷൻ വരും, സെലക്ട് എന്നുള്ള പ്ലേ സ്റ്റോറിൻ്റെ ഓപ്ഷൻ വരും. അവിടെ നമുക്ക് ഡയറക്റ്റ് പ്ലേ സ്റ്റോറിലേക്ക് പോയിട്ട് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഡയറക്റ്റ് പ്ലേ സ്റ്റോറിലേക്ക് പോയിക്കോളും, ഇൻസ്റ്റാൾ ആവും. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ മേലെ 3 കുത്തുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇതിലേത് ഓപ്ഷനും നിങ്ങൾക്ക് ഉപയോഗിക്കട്ടോ. ഞാനിതൊന്ന് ജസ്റ്റ് രണ്ടും കാണിച്ചിരുന്നുള്ളൂ. ഓപ്പൺ വിത്ത് എന്ന് കാണും ഇവിടെ. ഓപ്പൺ വിത്ത് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്രോം കൊടുക്കുക. നമ്മളെ ബ്രൗസർ ഏതാണോ ആ ബ്രൗസർ കൊടുക്കുക. ഞാനിപ്പോൾ ക്രോമ ഉപയോഗിക്കുന്നത്, ക്രോം കൊടുത്തു കഴിഞ്ഞാൽ പാസ്വേഡ് ആണോ ക്രോമിൽ അത് ഓപ്പണായി കഴിഞ്ഞാൽ ഒന്ന് സൂം ചെയ്യട്ടെ.
ആ ലിങ്ക് മാത്രമാണ് ഇവിടെ വന്ന്. അതൊന്ന് ജസ്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ഓൾ കൊടുക്കുക. സെലക്ട് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ താഴെ അത് ലിങ്ക് വരും. നമുക്ക് ഇവിടുന്ന് ഓപ്പൺ ആവും കേട്ടോ. ഇതിൽ കൂടെ ഡയറക്റ്റ് നമുക്ക് പിന്നെ പ്ലേ സ്റ്റോറിലേക്ക് പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഇത് ഇങ്ങനെ നമ്മളെ ഫോണിലുള്ള അനാവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷനൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുക. ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കുകയും ചെയ്യാം. ഇത് വളരെ നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. എന്താ വെച്ചാൽ പലർക്കും ആവശ്യം വരുന്നതാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കണം. നിങ്ങൾ ലൈക്ക് കൊടുക്കുന്നേരം പിന്നെ നാളെ ഒരു വീഡിയോ ഇടണമെന്ന് എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നും. പിന്നെ അഭിപ്രായം ഒന്ന് കമൻ്റ് ആയിട്ട് ഇടുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളെ സ്വന്തം മുത്തുസ്മ പ്യൂർ. താങ്ക് യു സോ മച്ച്.